എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ ഇ-ഡിസ്ട്രിക്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നും സൈൻ ഇൻ എന്നും കാണാൻ പറ്റും. അക്കൗണ്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് കണ്ടാൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയും ടോട്ടലായിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മതി. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നെയിം എൻ്റർ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അഡ്രസ്സാണ്, കറക്റ്റായിട്ട് അഡ്രസ്സ്, വില്ലേജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, റേഷൻ കാർഡ് നമ്പർ ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റിനടുത്ത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ആ നമ്പർ വെച്ചായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന് കാണാൻ പറ്റും. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹോമിലോട്ട് പോയി കഴിഞ്ഞാൽ ഹോമിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ നൗ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെലക്ട് വൺ എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്കിതിനകത്ത് സെലക്ട് ചെയ്യാം. അതാണ് പറഞ്ഞത്. ഏത് സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അപ്പം എന്താണ് ആവശ്യം വരുന്നത് അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതാണോ ചെയ്യുന്നത്, ഏതാവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്, ആ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവും ദി സർട്ടിഫിക്കറ്റ് ഈസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഇന്ന് ഇതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് നോക്കിയിട്ട് തന്നെ ചെയ്യുക. നമുക്ക് ഈ യെല്ലോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളിടത്ത് എഡിറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ റീസബ്മിറ്റ് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വേറെ ഏതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതാണോ പർപ്പസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഡീറ്റെയിൽസ് ആണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക്, അതുപോലെ തന്നെ വില്ലേജ്, റീസർവേ സബ് ഡിവിഷൻ നമ്പർ, തണ്ടപ്പേര് നമ്പർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എത്രയാണോ ലാൻഡ് വരുന്നത് അത് ഹെക്ടറിലോട്ടാണെങ്കിൽ ഹെക്ടറിൽ അറിയാമെങ്കിൽ ഹെക്ടറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സെൻറ്റാണോ ഏക്കറാണോ ഏതാണോ അറിയുന്നത് അതിവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് ആപ്ലിക്കൻ്റ് നെയിം വരും, റിലേഷനും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ എക്യുംബ്രൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. എക്യുംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈൻ ചെയ്യുന്നുള്ള വീഡിയോയിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
ഇലക്ഷൻ ഐ ഡിയുടെ നമ്പർ ജസ്റ്റ് കൊടുത്തിട്ട് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നമ്മൾ അടച്ച നികുതിൻ്റെ ഷീറ്റാണ്, അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നത് പട്ടയമാണ്. അപ്പോൾ പട്ടയം നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോന്നും ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നമുക്ക് താഴെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ PDF ഫോർമാറ്റിലുള്ള ഫയൽസ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതും മാക്സിമം 100 KB മാത്രമേ പാടുള്ളൂ. അതിൽ കുറഞ്ഞ ഫയൽസ് മാത്രമായിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. PDF-ൽ മാക്സിമം 10 പേജാണ് പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് PDF ഫോർമാറ്റിൽ തന്നെ 100 KB താഴെയുള്ള ഡോക്യുമെൻ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേയ്മെൻ്റ് ആണ് വരുന്നത്. 15 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഞാനിപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് എമൗണ്ട് വരാത്തത്. 15 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് UPI ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ചിലപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അപ്രൂവ് ആയിട്ട് വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ വേണ്ടവരൊക്കെ ആണെങ്കിൽ ഒന്ന് വില്ലേജ് ഓഫീസായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഹോമിൽ പോയി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കാണാം. ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മളിവിടെ ചെയ്ത് ഓരോന്നിലും നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ റീസബ്മിറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസബ്മിറ്റ് എന്ന് പറഞ്ഞ് കാട്ടുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്തിട്ട് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനോ മറ്റോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.